ിലൂടെയും മറ്റിടങ്ങളിലൂടെയൊക്കെ അലഞ്ഞ് 18 വർഷക്കാലം വിവിധങ്ങളായ ആൾക്കാരോടൊപ്പം സഹസംവിധായകനായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു ചലച്ചിത്രകാരനായ ഒരാളാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസം സിനിമാ സംവിധായകനായ ആളല്ല. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും അതിലൂടെ അദ്ദേഹം അനുഭവിച്ച വേദനയും ഒക്കെ ഞാനിന്ന് അറിയുകയാണ്. ഈ അവാർഡിന്റെ പെരുമ എന്ന് പറയുന്നത് വലിയൊരു ജനസാഗരത്തിന്റെ മുന്നിൽ വെച്ചാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വലിയ അവാർഡായി മാറും. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെയൊക്കെ നെഞ്ചിന്, നിങ്ങളുടെയൊക്കെ മനസ്സിന് വളരെ മൃദുവും കനവും കുറവുമാണ്. അല്പനേരമെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഈ അല്പനേരമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് സാന്ദ്രമായ ആർദ്രത നിങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ഈ ചടങ്ങുകളിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തികഞ്ഞ ആത്മാർത്ഥത, തികഞ്ഞ സത്യസന്ധത, ഇവിടെ നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയ ഈ കുടുംബം ഇവിടെ നമ്മളോടൊക്കെ ചെറുതും വലുതുമായ രീതിയിൽ പറയുമ്പോൾ ഇവിടെ എനിക്ക് ഒരു കാപ്പി ഒഴിച്ചു തന്നപ്പോൾ സില്ലു പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നുണ്ടായിക്കൊണ്ടുള്ള കാപ്പി. ഒരു അതിഥിയെ എത്രത്തോളം എനിക്കങ്ങനെ ഒന്നും വലിയ കാര്യത്തിൽ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി, ചെറിയ അനുഭവങ്ങളിലൂടെ നമ്മളെ സ്പർശിക്കുവാൻ കഴിയും. പലപ്പോഴും നമുക്കിപ്പോൾ എവിടെ എങ്ങനെ പറയണം എന്നുള്ളത് വലിയൊരു ആശങ്കയുണ്ട്. കാരണം അതിനുള്ളൊരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ. കാരണം നന്മയെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒരാളോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു യുഗപുരുഷനായി എൻ്റെ ആത്മീയ ഗുരുവായി ഞാൻ കാണുന്നത് ക്രിസ്തുവിനെയാണ് എന്ന് പറയുവാൻ കാരണം, സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് എന്നോട് പറഞ്ഞു തന്നത് ഈ ലോകത്തിനോട് പറഞ്ഞു തന്നത് ക്രിസ്തുവാണ്. അപ്പം ഈ സ്നേഹം ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനപ്പുറമായ വലിയ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുവാൻ കഴിയുന്നത് ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു തലം കൂടെയാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ സിനിമകളെ ഞാൻ സമീപിക്കുമ്പോൾ